ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ് റീസണിംഗ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇൻഇക്വാളിറ്റി എന്ന ടോപ്പിക്കുമായിട്ടാണ്. നമ്മളുടെ ബാങ്ക് എക്സാമിൽ റീസണിംഗ് സെക്ഷനിൽ നിന്നുള്ള ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻഇക്വാളിറ്റിയാ. അതും 5 ക്വസ്റ്റ്യൻസ് ഒറ്റ മിനിറ്റിൽ നമുക്ക് ചെയ്യാം, പെന്നിന്റെയും പേപ്പറിന്റെയും ഒന്നും സഹായമില്ലാതെ. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. വരാൻ പോകുന്ന RRB എക്സാംസിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ടോപ്പിക്കാണ് ഇൻഇക്വാളിറ്റി. എങ്കിലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ അച്ചീവേഴ്സ് ബാച്ച് ലോഞ്ച് ചെയ്തത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ആദ്യത്തെ ബാച്ചാണ് അച്ചീവേഴ്സ് ബാച്ച്. നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത് മെയ് 29-നാണ്. 2024 ഏതൊക്കെ ബാങ്ക് എക്സാംസ് വരാനുണ്ടോ, അത് RRB PO ക്ലർക്ക്, IBPS PO ക്ലർക്ക്, SBI PO ക്ലർക്ക്, എല്ലാ എക്സാംസും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിനുമുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ടോട്ടൽ നമുക്ക് 700+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് ആണ്. ഡെയിലി 4 to 5 hours ക്ലാസ്സസ് ഉണ്ടായിരിക്കും. വീക്ക്ലി 5 to 6 days ആണ് നമ്മുടെ സ്കെഡ്യൂൾ വരിക. ഓക്കെ, ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തുക ജസ്റ്റ് 5,999 ആണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവരൊക്കെ വേഗത്തിൽ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. പഠിക്കാനായിട്ട് റെഡി ആയിക്കോളുക. മെയ് 29 നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇൻഇക്വാളിറ്റി. എന്താണ് ഇൻഇക്വാളിറ്റി? നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഈ കുറേ അധികം സിമ്പിൾസ് വരുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? നമ്മളുടെ ഇൻഇക്വാലിറ്റിയുടെ സിമ്പിൾസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ഇൻഇക്വാലിറ്റിയുടെ ക്വസ്റ്റ്യൻ വരിക എന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പോൾ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നമ്മളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് വേണ്ട ഇതേപോലെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാകും. അതിനെ ഫോളോ ചെയ്ത് കുറച്ച് കൺക്ലൂഷൻസ് തന്നിട്ടുണ്ടാകും. ഇതിലേത് കൺക്ലൂഷനാണ് ട്രൂ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്തിൽ ആൽഫബറ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഇൻഇക്വാലിറ്റിയുടെ സിമ്പിൾസ് ഉണ്ട്. നമ്മൾ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള സിമ്പിൾസ് ആണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റിനകത്തിൽ ആൽഫബറ്റ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? സിമ്പിൾസ് കൂടെ വന്നിട്ടുണ്ട്. കൺക്ലൂഷനകത്തിലും എന്ത് തന്നെയാ ഉള്ളത്? ആൽഫബറ്റും സിമ്പിൾസും മാത്രമാ. ഇത് മാത്രമാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റിലും കൺക്ലൂഷനിലും വരിക. ഇതെങ്ങനെയാണ് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, എങ്കിൽ നമ്മളുടെ ഇൻഇക്വാലിറ്റിയുടെ സിമ്പിൾസ് ഏതൊക്കെയാണ്? നമുക്ക് അറിയാവുന്ന സിമ്പിൾസ് തന്നെയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു. ഈ 5 സിമ്പിൾസ് ആണ് നമുക്ക് ഇൻഇക്വാലിറ്റിക്കകത്തിലുള്ളത്. ഓക്കെ, ഞാൻ പക്ഷേ ഇങ്ങനെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം ഞാൻ ഇതിനെ ഒരു ഗേറ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ ഇതാണല്ലോ, ഇതിനെ ഞാൻ ഒരു ഗേറ്റ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാണ്. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഗേറ്റിന്റെ എന്താണ്? ഓപ്പൺ സൈഡ് ആണ്. ഇത് ഗേറ്റിന്റെ എന്താണ്? ക്ലോസ്ഡ് സൈഡ് ആണ്. ഓപ്പൺ സൈഡിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അകത്തേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചേ, വേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അകത്ത് കടക്കാം, പക്ഷെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് വേഗത്തിൽ മനസ്സിലാകും അല്ലെ? അങ്ങനെയെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. A ഗ്രേറ്റർ ദാൻ B എന്ന് നമ്മൾ ഒരു സിമ്പിളിനകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്തിലോ നമ്മൾ കാണുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. എക്ക് എങ്ങോട്ടേക്ക് പോകാം? ബിയുടെ അടുക്കലേക്ക് പോകാം. ഇവിടെ എന്താണ്? ഓപ്പൺ സൈഡ് ആണ്. അപ്പൊ എക്ക് എവിടേക്ക് പോകാം? ബിയുടെ അടുക്കലേക്ക് പോകാം. പക്ഷെ തിരിച്ച് ബിക്ക് എവിടെ വരാൻ പറ്റില്ല? എയുടെ അടുക്കലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാലോ? ബിക്ക് എവിടെ പോകാം? എയുടെ അടുക്കൽ പോകാം. കാര്യം ഇതാണ് ഓപ്പൺ സൈഡ്. ഇവിടെ എന്താണ്? ക്ലോസ്ഡ് സൈഡ് ആണ്. എക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല? ബിയുടെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അതിനെ ഒരു ഗേറ്റ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാലോ? ഇവിടെ നോക്കിക്കേതണ്ട്, ഈ സൈഡ് ഓപ്പൺ ആണ്, ഈ സൈഡ് ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്ക് അങ്ങോട്ടും പോകാം, തിരിച്ച് ബിക്ക് ഇങ്ങോട്ടും വരാം. രണ്ട് സൈഡും എന്താണ്? ഓപ്പൺ ആയി കിടക്കാം. എളുപ്പമല്ലേ? ഒന്നുമില്ല, ഇതിനെ നമ്മൾ ഒരു ഗേറ്റ് ആയിട്ട് അങ്ങ് സങ്കല്പിച്ചു. ദാറ്റ്സ് ഇറ്റ്.
ഒന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇത്രയേ ഉള്ളൂ. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ചിന്തിക്കുക, എക്ക് എവിടേക്ക് പോകാം? ബിയുടെ അടുക്കലേക്ക് പോകാം. തിരിച്ച് എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാലോ ആർക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുന്നത്? ബിക്ക് എവിടെ പോകാം? എയുടെ അടുക്കലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോഴോ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. എക്ക് അങ്ങോട്ടും വരാം, ബിക്ക് ഇങ്ങോട്ടേക്കും പോകാം. 3 സിമ്പിളിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു. ഓക്കെ, ഇത് മാത്രമാണോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത്? അല്ല, എക്സ്ട്രാ 2 സിമ്പിൾസ് കൂടെ ഉണ്ടല്ലോ. അതിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. അത് ഏതാ സിമ്പിള്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ? ഈ 2 സിമ്പിൾസ് കൂടെ ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തമ്മിൽ എന്തുവാ വ്യത്യാസം? അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു വര എക്സ്ട്രാ ഉണ്ട്, ഇവിടെ ഒരു വര എക്സ്ട്രാ ഇല്ല അല്ലെ? ഇവിടെ വര ഇല്ല, ഇവിടെ ഒരു വരയുണ്ട്. അതാണല്ലോ വ്യത്യാസം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് വെച്ച് അസ്യൂം ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ ഒരു വരയെ ഞാൻ ലോക്ക് എന്നങ്ങ് വിളിക്കുകയാണ്. എന്താ പറഞ്ഞത്? ലോക്ക്. അതായത് ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്നൊക്കെ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അതായത് ഈ എക്സ്ട്രാ വരുന്ന വരയെ ഞാൻ ഒരു പേരിട്ട് വിളിച്ചു, ലോക്ക്. ഓക്കെ, അതായത് ഈ ഗേറ്റിന് ലോക്ക് ഉണ്ട്, ഈ ഗേറ്റിന് ലോക്ക് ഇല്ല. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഇവിടെയോ നോക്കിക്കേ, ലെസ് ദാനും ഓർ ഈക്വൽ ടു തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? എന്തിൽ മാത്രമാ? ഇവിടെ ലോക്ക് ഉണ്ട്, ഇവിടെ ലോക്ക് ഇല്ല. ഇത് ലോക്കുള്ള ഗേറ്റ് ആണ്, ഇത് ലോക്ക് ഇല്ലാത്ത ഗേറ്റ് ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ആ വരയെ എന്ത് പേരിട്ടാ വിളിച്ചത്? ലോക്ക്. മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പേരിട്ടു എന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓരോ ക്വസ്റ്റ്യൻസിലൂടെ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് എന്താ? 1 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്നാണ് അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എക്സാമിന് നിങ്ങൾ സ്ക്രീനിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയിരുന്ന സമയം കളയരുത്. ആദ്യം തന്നെ കൺക്ലൂഷനിലേക്ക് നോക്കുക. കൺക്ലൂഷന്റെ മീനിങ് എന്താന്ന് നോക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ നോക്കുമ്പോൾ ഡി ലെസ് ദാൻ എ എന്നാ പറയാ. നമ്മൾ എന്താ പറയാൻ പോന്നെ? ഡി ലെസ് ദാൻ എ. നമ്മൾ എന്താ പറയുന്നത്? എക്ക് എവിടെ പോകാം? ഡിയുടെ അടുക്കൽ പോകാം. തിരിച്ച് ഡിക്ക് എയുടെ അടുക്ക പോകാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കേണ്ട. നമുക്ക് നെഗറ്റീവ് ഒന്നും വേണ്ട, നമുക്ക് പോസിറ്റീവ് മതി. പോകാൻ പറ്റുന്നത് ആർക്ക്? അത് മാത്രം നോക്കുക. എക്ക് എവിടെ പോകാം? ഡിയുടെ അടുക്ക പോകാം. എക്ക് ഡിയുടെ അടുക്ക പോകാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്തിലാ നോക്കുക? സ്റ്റേറ്റ്മെന്റിനകത്തിലാണ് നോക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 100% ട്രൂ ആക്കി എടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യാൻ പോകുന്നത്? സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ എക്ക് എവിടെ പോകണം? ഡിയുടെ അടുക്കൽ പോകണം. എക്ക് ഡിയുടെ അടുക്കൽ പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, എക്ക് ഡിയുടെ അടുക്ക പോകാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചതേണ്ട. ഇവിടെയാണ് എ, ഇവിടെയാണ് ഡി. നമ്മുടെ കൺക്ലൂഷനകത്തിലുള്ള ആൾക്കാരെ ആദ്യം ഒന്ന് ട്രേസ് ഔട്ട് ചെയ്യണം. ഇതൊക്കെ പെട്ടെന്ന് നടക്കുമെന്നേ. ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് പെട്ടെന്ന് പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല, വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. നോക്കിക്കേ, എക്ക് ഡിയുടെ അടുക്കൽ എത്തണം. നോക്കാം, ഇവിടെ നോക്കിക്കേ, ഏതേണ്ട ഇവിടെ ഗേറ്റ് ഓപ്പൺ അല്ലേ? എ ബിയുടെ അടുക്കലെത്തി, ബിയുടെ അടുക്കൽ സിയുടെ അടുക്കലെത്തി, സിയുടെ അടുക്കൽ ഡിയുടെ അടുക്കലെത്തി. പോകാൻ പറ്റുന്നുണ്ടല്ലോ. അത് മനസ്സിലായോ? എങ്ങനെയാ? വഴി എങ്ങനെയാന്ന്? എ ബിയുടെ വീട്ടിലെത്തി, അവിടെ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. ബി സിയുടെ വീട്ടിലെത്തി, അവിടെയും ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. സി ഡിയുടെ അടുക്കലെത്തി. അങ്ങനെയെങ്കിൽ എക്ക് എവിടെ എത്താൻ പറ്റുന്നുണ്ട്? ഡിയുടെ അടുക്കൽ എത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ മാത്രം ഈ കൺക്ലൂഷൻ ട്രൂ ആണെന്നോ ഫോൾസ് ആണെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ നോക്കാൻ പോവാണ്. ഞാൻ എക്സ്ട്രാ ഒരു കൺക്ലൂഷൻ കൂടെ എഴുതുവാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഡി ലെസ് ദാൻ എ. ഞാൻ അടുത്ത ഒരു കൺക്ലൂഷൻ കൂടെ എഴുതുകയാണ്, ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു കൺക്ലൂഷനും ഈ ഒരു കൺക്ലൂഷൻ തമ്മിൽ എന്തിലാ വ്യത്യാസം? ഇവിടെ എന്തില്ല? ലോക്കില്ല. ഇവിടെ എന്തുണ്ട്? ലോക്കുണ്ട്. ഓക്കെ, ആദ്യത്തെ കാര്യം നമ്മൾ നേരത്തെ നോക്കിയതുപോലെ പോകാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? നമ്മളാണ് ഇവിടെ നോക്കിയപ്പോഴത്തേക്കിന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? പോകാൻ പറ്റുന്നുണ്ട്. എ ബിയുടെ വീട്ടിലെത്തി, ബി സിയുടെ വീട്ടിലെത്തി, സി ഡിയുടെ വീട്ടിലെത്തി. പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, പോകാൻ പറ്റിയാൽ ഇത് ട്രൂ ആകുമോ? അങ്ങനെയല്ല. ഇവര് തമ്മിൽ ഇതേണ്ട വ്യത്യാസമുണ്ട്. ഇവിടെ ലോക്കില്ല, ഇവിടെ ലോക്കുണ്ട്.
ആദ്യം നമുക്ക് ലോക്ക് ഇല്ലാത്ത ആളെ പറ്റി സംസാരിക്കാം. ലോക്ക് ഇല്ലാത്ത ആള് വെറും പാവ. ലോക്ക് ഇല്ലാത്ത ആൾക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. കാരണം ഇവിടെ പറയുന്നത് എനിക്ക് ലോക്ക് ഇല്ലല്ലോ, എനിക്ക് ലോക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വീടുണ്ടായിരിക്കണം എന്നെ പോലെ ലോക്കില്ലാത്ത ഒരു വീടുണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ പറയുന്നത്. അതായത് ഇവിടെ എനിക്ക് എന്തില്ല, ഒന്നാമത്തെ കൺക്ലൂഷനായ എനിക്ക് ലോക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഞാൻ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് കാണരുത്, ലോക്ക് കാണരുത് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് മാത്രമേ ലോക്ക് കാണാതിരിക്കാവൂ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആള് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് ഉണ്ടാകരുതെന്നേ പറയുന്നുള്ളൂ. കാരണം ആൾക്ക് ലോക്ക് ഇല്ലല്ലോ. അപ്പൊ എന്നെ പോലെ ഏതെങ്കിലും ഒരു വീടുണ്ടായിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. അതായത് ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഇവിടെ ശ്രദ്ധിക്കുക, നോക്കിക്കേ, B.Ed എടുക്ക വന്നു, ഇവിടെ ലോക്ക് ഇല്ല. ബാക്കി ഇനിയും ഉള്ളിടത്ത് ലോക്ക് ഉണ്ടോന്നും ഇല്ലയോന്നും ഒന്നും നോക്കണ്ട. ലോക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്ക് കുഴപ്പമില്ല. ആള് പറയുന്നത് എനിക്ക് ലോക്കില്ല, സോ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് എന്ത് കാണാൻ പാടില്ല, ലോക്ക് കാണാൻ പാടില്ല, അല്ലെങ്കിൽ ലോക്ക് ഇല്ലാത്ത ഒരു വീടുണ്ടായിരിക്കണം. ഞാൻ പോകുന്ന വഴിയിൽ, അതായത് D.Ed എടുക്കൽ എത്തിയത്, B.Ed വീട്ടിൽ കയറി, C.Ed വീട്ടിലെത്തി, എന്നിട്ടാണ് D.Ed വീട്ടിലെത്തിയത് അല്ലെ? എങ്കിലും ഞാൻ ആ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വീടുണ്ടായിരിക്കണം ലോക്ക് ഇല്ലാത്തത്. ഇത്രയേ പറയുന്നുള്ളൂ. അത് ആദ്യം വേണമെന്ന് ആൾക്ക് നിർബന്ധമില്ല, നടുക്ക് വേണമെന്ന് ആൾക്ക് നിർബന്ധമില്ല, ലാസ്റ്റ് ആയിരിക്കണമെന്ന് ആൾക്ക് നിർബന്ധമില്ല. ആള് പറയുന്നത് എവിടാണേലും കുഴപ്പമില്ല. ഇനിയും എല്ലാ വീടിനും ലോക്ക് ഇല്ലയോ, ആൾക്ക് കുഴപ്പമില്ല. പക്ഷേ ആള് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താ, ഏതെങ്കിലും ഒരു വീടുണ്ടായിരിക്കണം ലോക്ക് ഇല്ലാത്തത്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് നോക്കിക്കേതാണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ ലോക്കില്ല, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബാക്കിയുള്ളിടത്ത് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട ഒരാവശ്യവും ഇല്ല. സോ എനിക്ക് എന്ത് പറയാം, ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടേക്ക് എഴുതിയിരിക്കുന്ന ഈ ആളിലേക്കൊന്ന് വരാം നമുക്ക്. ഈ ആളുടെ പ്രത്യേകത എന്താ, ഇവിടെ ലോക്കുണ്ട്. ലോക്കുള്ള ആള് അത്ര പാവമൊന്നുമല്ല, ആൾക്ക് ഇച്ചിരി ഡിമാൻഡ് ഉണ്ട്. ആള് പറയുന്നത് എനിക്ക് ലോക്കുണ്ട്, സോ ഞാൻ പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം, ലോക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് ലോക്കുണ്ട്, സോ ഞാൻ പോകുന്ന വഴിയിലെല്ലാം എന്തുണ്ടായിരിക്കണം, ലോക്ക് ഉണ്ടായേ പറ്റൂ, എങ്കിൽ മാത്രമേ ഞാൻ പോകൂ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇറങ്ങുമ്പോഴേ എന്തില്ല, ലോക്കില്ല. പിന്നെ നോക്കി സമയം കളയണ്ട, തെറ്റ്. അതാണ് ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. അതായത് ലോക്ക് ഉള്ള കൺക്ലൂഷൻ ആണെങ്കിൽ പോകുന്ന വഴിയെല്ലാം ലോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ കൺക്ലൂഷൻ ട്രൂ ആയേനെ എപ്പോ, ഇതേണ്ട, ഇവിടെയും ഒരു വര, ഇവിടെയും ഒരു വര. A greater than or equal to B greater than or equal to C and equal to is also considered as a lock. ഈക്വൽ ടുവും എന്തായിട്ട് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക, ഒരു ലോക്കായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈക്വൽ ടുവിനെ അസ്യൂം ചെയ്യുന്നത്. ഈ ഒരു വരയും എന്തായിട്ടാണ്, ലോക്കായിട്ട് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. ഇത് ട്രൂ ആകണമായിരുന്നെങ്കിൽ ദണ്ട ഇങ്ങനെ ആയിരിക്കണമായിരുന്നു നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തെറ്റാവും. കാരണം എല്ലായിടവും എന്തുണ്ട്, അപ്പോൾ ലോക്കുണ്ട്. ലോക്ക് ഇല്ലാത്ത കൺക്ലൂഷൻ എന്താ പറയുന്നത്, എന്നെ പോലെ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. എന്നെ പോലെ ആരെങ്കിലും ഒരാള്, അത് എവിടാണേലും കുഴപ്പമില്ല, ഒരാളെങ്കിലും ഉണ്ടായിരിക്കണമെന്നേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരെ എങ്ങനായാലും ആൾക്ക് കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു കൺക്ലൂഷനോടെ നിങ്ങൾക്ക് എഴുതി കാണിച്ചത്. എങ്കിലും നമുക്ക് വേണ്ട അടുത്തതിലേക്ക് വരാം. നമ്മളുടെ ആ സെയിം കൺക്ലൂഷൻ ആണല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ എന്താണ്, എഫിന് C.Ed എടുക്ക പോകാൻ പറ്റണം, ആൾക്ക് എന്തുണ്ട്, ലോക്കുണ്ട്. നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, ലോക്കുള്ള ആളുടെ ഡിമാൻഡ് പോകാനും പറ്റണം, പോകുന്ന വഴിയെല്ലാം ലോക്കും ഉണ്ടായിരിക്കണം. നോക്കാം നമുക്ക്. എഫ് എന്ന് പറയുന്ന ആൾ ഇതേ ഇവിടെയാണ്, സി എന്ന് പറയുന്ന ആൾ ഇവിടെയാണ്. എഫിൽ നിന്ന് ഇയിലേക്ക് വന്നു, അവിടെ ലോക്കുണ്ട്. ഇയിൽ നിന്ന് ഡിയിലേക്ക് വന്നു, അവിടെയും ലോക്കുണ്ട്. ഡിയിൽ നിന്ന് സിയിലേക്ക് വന്നു, അവിടെയും ലോക്കുണ്ട്. ഈക്വൽ ടുവിനെ നമ്മൾ ലോക്കായിട്ട് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. ഇക്ക് C.Ed എടുക്കൽ എത്താൻ പറ്റുന്നുണ്ട്, പോകുന്ന വഴിയെല്ലാം ലോക്കും ഉണ്ട്. സോ എനിക്ക് എന്ത് പറയാം, സെക്കൻഡ് കൺക്ലൂഷനും എന്താണ്, ട്രൂ ആണ്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. പോകാൻ പറ്റുന്നുണ്ടോ, ലോക്കുള്ള കൺക്ലൂഷനാണോ ലോക്ക് ഇല്ലാത്ത കൺക്ലൂഷനാണോ, ഇത് മാത്രം മതി. നിങ്ങൾക്ക് ഇതിന് പെന്നിന്റെയും പേപ്പറിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഒരാവശ്യവും നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. കാരണം പെന്നിന്റെയും പേപ്പറിന്റെയും ഒന്നും സഹായമില്ലാതെയാണ് ഒറ്റ മിനിറ്റിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഇ, ബോത്ത് ദി കൺക്ലൂഷൻ ഫോളോസ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ വേഗത്തിൽ ആൻസേഴ്സ് പറയാം. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ.
എന്താ ആദ്യം തന്നെ കൺക്ലൂഷൻസ് നോക്കിക്കോണം, എന്നിട്ട് വേണം സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാൻ. ഇവിടെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. ഒരു കാര്യമുണ്ട് കേട്ടോ, എപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടായിരിക്കില്ല, 2 3 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആയിട്ട് വരാം. അതെല്ലാം നമ്മൾ നോക്കും കേട്ടോ. എങ്കിൽ നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ, എക്ക് എവിടെ എത്തണം? ഡിയുടെ അടുക്കൽ എത്തണം. എക്ക് ഡിയുടെ അടുക്കൽ എത്തണം. ഞങ്ങൾക്ക് എന്തില്ല? ലോക്ക് ഇല്ല. നോക്കാം. ആദ്യം തന്നെ ശ്രദ്ധിച്ചേ, ഇവിടുത്തെ കേസിൽ എ ബിയുടെ അടുക്ക വന്നു, പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ എന്താ? ദേ ഗേറ്റ് ക്ലോസ്ഡാ, പിന്നെ പോകാൻ പറ്റത്തില്ല. ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റ്. നോക്കി സമയം കളയണ്ട, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തേതോ നോക്കിക്കേ. രണ്ടാമത്തേത്, എഫിന് എവിടെ പോകണം? സിയുടെ അടുക്ക പോകണം, പക്ഷെ പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം? ലോക്ക് ഉണ്ടായിരിക്കണം. എഫിന് സിയുടെ അടുക്ക പോകണം, പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം? ലോക്ക് ഉണ്ടായിരിക്കണം. നോക്കാം നമുക്ക്. എഫ് ഇയുടെ അടുക്ക വന്നു, അവിടെ ലോക്ക് ഉണ്ട്. ഇ ഡിയുടെ അടുക്ക വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. ഡി സിയുടെ അടുക്ക വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. പോകുന്ന വഴിയെല്ലാം എന്തുണ്ട്? ലോക്ക് ഉണ്ട്. ക്ലിയർ അല്ലേ? ഈക്വൽ ടുവിനെ നമ്മൾ എന്തായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക? ലോക്കായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഈക്വൽ ടുവിന്റെ ഈ ലൈനെയും എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? ലോക്കായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. സോ എനിക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? ട്രൂ ആണ്. സോ ഹിയർ ഓപ്ഷൻ ബി, only conclusion 2 follows. എളുപ്പമല്ലേ? ഒരുപാട് തിയറിയോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വന്നോ ഒറ്റ മിനിറ്റിൽ 5 എണ്ണം ചെയ്യാൻ പറ്റുമെന്ന്? ഓക്കെ, എങ്കിൽ വേഗത്തിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ആദ്യം തന്നെ കൺക്ലൂഷൻ നോക്കി. ഇസഡിന് എവിടെ പോകണം? ഡബ്ല്യുവിന്റെ അടുക്ക പോകണം. ആൾക്ക് എന്തുണ്ട്? ലോക്ക് ഉണ്ട്. ലോക്ക് ഉണ്ടെങ്കിൽ പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം? ലോക്ക് ഉണ്ടായിരിക്കണം. നോക്കാം നമുക്ക്. ഇസഡ് ദേ വൈയിലേക്ക് വന്നപ്പോ തന്നെ ലോക്കില്ല. ഇസഡ് വൈയിലേക്ക് വന്നപ്പോ തന്നെ ലോക്കില്ല. കൺക്ലൂഷൻ തെറ്റ്. ഇനി നോക്കി സമയം കളയണ്ട, കാരണം ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും എന്തില്ല? ഇസഡ് ഇല്ല. ഇസഡിന് ഇവിടെ വരണമെങ്കിൽ ഇസഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തുണ്ടായിരിക്കണം? ലോക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ എന്തില്ല? ലോക്കില്ല. ഒറ്റ സെക്കൻഡിൽ മനസ്സിലായി ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാണെന്ന്. അടുത്തതോ, ഡബ്ല്യുവിന് എവിടെ എത്തണം? ടിയുടെ അടുക്കൽ എത്തണം. ഡബ്ല്യുവിന് ടിയുടെ അടുക്കൽ എത്തണം. ഞങ്ങൾക്ക് എന്തില്ല? ലോക്കില്ല. നോക്കാം നമുക്ക്. ഇതാണ് ഡബ്ല്യു, ഇതാണ് ടി. പക്ഷെ ഡബ്ല്യു വിയുടെ അടുക്ക വന്നു, അവിടെ ലോക്കുണ്ട്. ഡബ്ല്യു യുവിന്റെ അടുക്ക വന്നു, അവിടെയും ലോക്കുണ്ട്. യു ടിയുടെ അടുക്ക വന്നു, അവിടെയും ലോക്കുണ്ട്. പക്ഷെ കൺക്ലൂഷനകത്തിൽ എന്തില്ല? ലോക്കില്ല. വ്യത്യാസം മനസ്സിലായോ? കൺക്ലൂഷനിൽ ലോക്കില്ലെങ്കിൽ ആൾ എന്താ പറയുന്നത്? ആൾക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലായിരുന്നു. ആള് പറഞ്ഞത് എനിക്ക് ലോക്കില്ലല്ലോ, സോ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വീടുണ്ടായിരിക്കണം ലോക്കില്ലാത്തത്. പക്ഷെ ഇവിടെയും ലോക്കുണ്ട്, ഇവിടെയും ലോക്കുണ്ട്, ഇവിടെയും ലോക്കുണ്ട്. സോ എനിക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കൺക്ലൂഷനും തെറ്റാണ്. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, നെയ്തർ കൺക്ലൂഷൻ 1 ആൻഡ് നോർ 2 ഈസ് ദി ആൻസർ. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, 3ക്ക് എവിടെ പോകണം? എഫിന്റെ അടുക്ക പോകണം. എല്ലായ്പ്പോഴും ആൽഫബറ്റ്സ് മാത്രമൊന്നും ആയിരിക്കത്തില്ല. ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ഇപ്പൊ നമ്പേഴ്സും സിമ്പിൾസും ഉണ്ട്. ശ്രദ്ധിക്കാം. 3ക്ക് എവിടെ പോകണം? എഫിന്റെ അടുക്ക പോകണം. പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം? ലോക്ക്. കാരണം കൺക്ലൂഷനകത്തിൽ ലോക്ക് ഉണ്ട്. നോക്കാം നമുക്കൊന്ന്. ശ്രദ്ധിക്കുക, ഇതാണ് 3, ഇതാണ് എഫ്. നോക്കിക്കേ, 3യിൽ നിന്ന് ഡിയിലേക്ക് വന്നു, അവിടെ ലോക്ക് ഉണ്ട്. ഡിയിൽ നിന്ന് 5ലേക്ക് വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. 5ൽ നിന്ന് എഫിലേക്ക് വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് പോകാനും പറ്റുന്നുണ്ട്. പോകുന്ന വഴിയെല്ലാം എന്തുണ്ട്? ലോക്ക് ഉണ്ട്. സോ ഞങ്ങൾ ഹാപ്പിയാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ. ക്ലിയർ അല്ലേ? അടുത്തതോ, ബിക്ക് എവിടെ വരണം? 5ന്റെ അടുക്ക വരണം. ഞങ്ങൾക്ക് എന്തില്ല? ലോക്കില്ല. നോക്കാം ആദ്യം പോകാൻ പറ്റുന്നുണ്ടോന്ന്. ദേണ്ട ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. പാവം ബി എന്താണ്? പെട്ടിരിക്കുക. എങ്ങോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നല്ലേ 5ന്റെ വീട്ടിൽ പോന്നെ അല്ലെ? എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാതെ ദേണ്ട ആള് പെട്ടിരിക്കുവാണ്. അല്ല, പെട്ടിരിക്കുവല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ. 3യുടെ അടുക്കലേക്ക് പോകാം, ഡിയുടെ അടുക്കലേക്ക് പോകാം, 5ന്റെ അടുക്കലേക്ക് പോകാം. ഞാൻ ഇങ്ങോട്ടേക്കുള്ളതാണ് ശ്രദ്ധിച്ചത്. നോക്കിക്കോണേ, പോകാൻ പറ്റുന്നുണ്ടേ. നോക്കിക്കേ, ബി 3യുടെ അടുക്ക വന്നു, 3 ഡിയുടെ അടുക്ക വന്നു, ഡി 5ന്റെ അടുക്ക വന്നു. ഇവിടെ ഞങ്ങൾക്ക് എന്തില്ല? ലോക്കില്ല. ശ്രദ്ധിക്കണേ, ഇവിടെ ഞങ്ങൾക്ക് ലോക്കില്ല. അപ്പൊ ലോക്കില്ലാത്ത ആൾ എന്താ പറയുന്നത്? പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് കാണാൻ പാടില്ല? ലോക്ക്. പക്ഷെ ബിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്താ? ലോക്കില്ല. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ അങ്ങോട്ട് നിങ്ങൾ ലോക്കിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ബി 3യുടെ അടുക്ക വന്നു, 3 ഡിയുടെ അടുക്ക വന്നു, ഡി 5ന്റെ അടുക്ക വന്നു. അതും ട്രൂ ആണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഇ, ബോത്ത് ദ കൺക്ലൂഷൻ ഫോളോസ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനോ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
ഒറ്റ സ്റ്റേറ്റ്മെന്റ്, സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. ഡബിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, കോൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനകത്തിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് ദൂരെയുള്ള ഫ്രണ്ട്സിന്റെ വീടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരിടത്ത് നമ്മൾ കൂടാറില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ. നോക്കിക്കേ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് നോക്കിയിരുന്ന സമയം കളയരുത്, കൺക്ലൂഷനിലേക്ക് വരിക. ജി എവിടെ പോണം? സിയുടെ അടുക്ക പോണം. ഞങ്ങൾക്ക് എന്തില്ല? ലോക്ക് ഇല്ല. ആദ്യം ജിയും സിയും കണ്ടുപിടിക്കാം. ഒന്ന് നോക്കിക്കേ, ജി ദേ ഇവിടെയാണുള്ളത്, സി ദേ ഇവിടെയാണുള്ളത്. ഇത് ആക്ച്വലി രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. ഈ ജിക്ക് വേണം എവിടെ എത്താൻ? സിയുടെ അടുക്ക്. അപ്പൊ ഇതിൽ രണ്ടിനകത്തിലും കോമൺ ആയിട്ട് ആരുണ്ടെന്ന് നോക്കണം. ഇവിടെ രണ്ടിടം കോമൺ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഈ ഡി. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേ ഡി തന്നെയാണ് ഇവിടെ ഉള്ളതും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ജി ഡിയുടെ വീട്ടിലെത്തിയാൽ ഡിക്ക് എവിടെ വരാം? സിയുടെ വീട്ടിലേക്ക് പോകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ കോമൺ ആയിട്ടുള്ള ആളുണ്ടോ എന്ന് നോക്കാം. അത്രയുള്ള കാര്യം, വേറെ ഒരു കാര്യമില്ല. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞേ? കോമൺ ആയിട്ട് ഉള്ള ആളുണ്ടോ എന്ന് നോക്കാം. ക്ലിയർ? എങ്കിൽ നോക്കാം. ബാക്കി കോൺസെപ്റ്റ് എല്ലാം സെയിം. ലോക്ക് ഉള്ളതും ലോക്ക് ഇല്ലാത്തതും എല്ലാ കോൺസെപ്റ്റും സെയിം. ഒറ്റ കാര്യമേ ഉള്ളൂ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ കോമൺ ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ? എങ്കിലും നോക്കാം, നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ജി ദേ എഫിന്റെ അടുക്ക വന്നു, അവിടെ ലോക്ക് ഉണ്ട്. എഫിൽ നിന്ന് ഇയിലേക്ക് വന്നപ്പോൾ ലോക്ക് ഇല്ല. കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. കാരണം ലോക്ക് ഇല്ലാത്ത ആൾ എന്താ പറയുന്നത്? എനിക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ലോക്ക് ഇല്ലാത്ത ഒരു വീട്ടിലൂടെ കയറി പോകണം, അത്രേ ആള് പറയുന്നുള്ളൂ. എങ്കിലും നോക്കിക്കേ, ജി എഫിന്റെ അടുക്ക വന്നു, ഇവിടെ ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എഫിൽ നിന്ന് ഇയിലേക്ക് വരുമ്പോൾ ലോക്ക് ഇല്ല. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബാക്കി പിന്നെ നിങ്ങൾ ലോക്കിനെ പറ്റി ചിന്തിക്കണ്ട. എങ്കിൽ ഈ ഡിയിലേക്ക് വന്നു, ആ ഡിയിൽ നിന്ന് സിയിലേക്ക് വന്നു, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ട്രൂ. ക്ലിയർ അല്ലേ? യെസ്. പാത്ത് നന്നായിട്ട് മനസ്സിലായോ? ജി എഫിലേക്ക് വന്നു, എഫ് ഇയിലേക്ക് വന്നു, ഈ ഡിയിലേക്ക് വന്നു, ഡിയിൽ നിന്ന് സിയിലേക്ക് വന്നു. അങ്ങനെ ജി എവിടെ എത്തി? സിയുടെ വീട്ടിലെത്തി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത കൺക്ലൂഷൻ നോക്കിക്കേ, ഇക്ക് എവിടെ എത്തണം? ബിയുടെ അടുക്കൽ എത്തണം. ഞങ്ങൾക്ക് എന്തുണ്ട്? ലോക്ക് ഉണ്ട്. സോ ലോക്ക് ഉണ്ടെങ്കിൽ പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം? ലോക്ക് ഉണ്ടായിരിക്കണം. എങ്കിലും നമുക്കൊന്ന് നോക്കാം, ഇയും ബിയും എവിടൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ. ഇ എന്ന് പറയുന്ന ആൾ ദേ ഇവിടെ, ബി എന്ന് പറയുന്ന ആൾ ഇവിടെ. നേരത്തെ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള വ്യക്തി ആരാ? ഡി ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഡിയിലേക്ക് എത്താം. നോക്കിക്കേ, ശ്രദ്ധിക്കുക, ഈ ഡിയുടെ അടുക്ക വന്നു, അവിടെ ലോക്ക് ഉണ്ട്. ഡിയിൽ നിന്ന് എവിടെ വന്നു? സിയിലേക്ക് വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. സിയിൽ നിന്ന് ബിയിലേക്ക് വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. സോ കൺക്ലൂഷനകത്തിൽ ലോക്ക് ഉണ്ട്, പോകുന്ന വഴിയെല്ലാം ലോക്ക് ഉണ്ട്. സോ എനിക്ക് എന്ത് പറയാം? ട്രൂ ആണ്. ഇവിടെ ആൻസർ എനിക്ക് എന്ത് പറയാം? ബോത്ത് ദി കൺക്ലൂഷൻ ഫോളോസ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ ഇന്നിക്വാളിറ്റി? പേനയും പേപ്പറിന്റെയും ഒന്നും സഹായമില്ലാതെ ഒരു മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നോ? ഈ ബാങ്ക് എക്സാം എന്ന് പറയുന്ന വലിയ ബാലികറ മലയൊന്നും അല്ല, നമുക്കും എഴുതിയെടുക്കാം. അപ്പോൾ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് ഇത് സ്പീഡിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇത് പെന്നിന്റെയും പേപ്പറിന്റെയും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും ട്രാവലിംഗിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫോണിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയുക. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പോൾ നമുക്കിവിടെ എന്താ പറയുന്നത്? ഒന്നെങ്കിൽ ഒള്ളി കൺക്ലൂഷൻ 1 അല്ലെങ്കിൽ ഒള്ളി കൺക്ലൂഷൻ 2, ബോത്ത് ദി കൺക്ലൂഷൻ ഫോളോസ് അല്ലെങ്കിൽ നൺ ഓഫ് ദി കൺക്ലൂഷൻ ഫോളോസ്. നമ്മൾ പറയാത്ത ഒരു എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ടല്ലോ, അതേതാ? നമ്മൾ പറയാത്ത ഒരു എക്സ്ട്രാ ഓപ്ഷൻ വേണ്ട. ഈ ആളെ ഒന്ന് നോക്കിക്കേ. എയ്തർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ്. എയ്തർ കേസ്. ഈ എയ്തർ കേസ് ഞാൻ ഇതിൽ പറഞ്ഞില്ല. എയ്തർ കേസിനും നമുക്ക് എളുപ്പ വഴിയുണ്ട്. ഇതേപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് എയ്തർ കൺക്ലൂഷൻ 1 ആണോ 2 ആണോ എന്താണ് എയ്തർ കൺക്ലൂഷൻസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.